ഹലോ ഗായ്സ്, അപ്പൊ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കസിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കല്യാണത്തിന്റെ അന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് പോയതാട്ടോ. ഞാൻ, അമ്മ, അച്ഛമ്മ, പിന്നെ അമ്മായി, അമ്മാവൻ, നമ്മളെല്ലാവരും കൂടി കാറിനാണ് പോയത്. അപ്പൊ ഹോൾ എന്ന് പറഞ്ഞ വീടിന്റെ അധികം ദൂരമില്ല, കുറച്ച് അടുത്ത് തന്നെയായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ ചെന്ന ഉടനെ തന്നെ നമ്മുടെ മെയിൻ പരിപാടി, കല്യാണ പരിപാടി തുടങ്ങി. ഫസ്റ്റ് തന്നെ ജ്യൂസ്, എല്ലാ ജ്യൂസും എനിക്ക് ട്രൈ ചെയ്യണം. ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് പൈനാപ്പിൾ ജ്യൂസിൽ നിന്നായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ അകത്തോട്ട് കയറി. അപ്പൊ ആ ഡെക്കറേഷൻ കണ്ടോ, കൃഷ്ണൻ രാധ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മു നിഖിച്ചായിരുന്നു. പിന്നെ അങ്ങനെ അവരോട് കുറച്ചു നേരം സംസാരിച്ചു. പിന്നെ നമ്മളവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെയാണ് നമ്മൾ എത്തിയത്. അച്ഛമ്മയുടെ അനിയനാണ് ദാസമ്മാവൻ. അപ്പൊ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എന്റെ പ്രഹസനം ക്യാമറ നോക്കിയിട്ട് അതിന്റെ നമ്മുടെ താലൊക്കെ റെഡി ആയിട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ചെക്കനെയാണല്ലോ കൊണ്ടുവരിക. അപ്പൊ അതിനുള്ള താലമാണ് ഫസ്റ്റ് റെഡി ആയത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഈ ഒരു കൃഷ്ണനെയും രാധേനെ ഇങ്ങനെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ താലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ ആകാംക്ഷയിൽ ചെക്കനെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചെക്കൻ, കല്യാണ ചെക്കൻ. അങ്ങനെ കല്യാണ ചെക്കനെ കൊണ്ടുവന്നതിന് ശേഷം ഈ കല്യാണ പെണ്ണിനെയും കൊണ്ടുവന്നു. അതായത് നമ്മുടെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഈ ഉണ്ണിയാണ് കേട്ടോ. അപ്പൊ ചടങ്ങുകളുടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോ സെക്ഷൻ ഒക്കെ ആയിരുന്നു. പിന്നെ അടുത്ത നെക്സ്റ്റ് കലാപരിപാടിയായിട്ട് നമ്മുടെ ഫുഡ് അടി ആയിരുന്നു ഗൈസ്. സദ്യക്കുള്ള വെയിറ്റിംഗ് ആണ് ഈ കാണുന്നത്. എന്റെ പൊന്നോ, എന്തൊരു തിരക്കായിരുന്നു അറിയോ, ഭയങ്കര ക്യൂ. പിന്നെ നിൽക്കാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ, കണ്ടില്ല, ഇടിച്ചിട്ടിട്ട് കയറാണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ കുറച്ചു നേരം പോസ്റ്റായി നമ്മൾ. എന്നാലും സാരില്ല, നമ്മൾ അങ്ങനെ കാത്തിരുന്ന് അതാ ഗൈസ് നമ്മളങ്ങനെ കയറിപ്പറ്റി. പിന്നെ അങ്ങനെ സദ്യ കഴിക്കണം, അതിനുള്ള എക്സൈറ്റ്മെന്റിലാണ്. ഓൾറെഡി ക്യൂവിലൊക്കെ നിന്ന് അവശതയായിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ വന്ന് റെഡിയായി. ഞാൻ ഇനി കഴിക്കാനുള്ള ആക്രാന്തത്തിൽ കണ്ണനെയൊക്കെ അവൻ പാവം കഴിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അവനെ കൊണ്ട് പോസ് ചെയ്യിപ്പിച്ച്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ ഒരു സ്പെഷ്യൽ ആയിട്ട് അടുത്തുണ്ടായിരുന്നു. അത് എന്താണെന്നറിയാൻ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാം.